ശുദ്ധ ജീവിതം, സാക്ഷ്യജീവിതം, ശുദ്ധ സ്നേഹജീവിതം, സാക്ഷ്യജീവിതം, പരിശുദ്ധ ജീവിതം, സാക്ഷ്യജീവിതം, ശുദ്ധ സ്നേഹജീവിതം, സാക്ഷ്യജീവിതം, സമാധാന ജീവിതം, സാക്ഷ്യജീവിതം, എന്നും ശാന്തജീവിതം, സാക്ഷ്യജീവിതം, സമാധാന ജീവിതം, സാക്ഷ്യജീവിതം, എന്നും ശാന്തജീവിതം, സാക്ഷ്യജീവിതം, പരിശുദ്ധ ജീവിതം, സാക്ഷ്യജീവിതം, ശുദ്ധ സ്നേഹജീവിതം. വേഗം വരുന്ന നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ ധന്യനാമത്തിൽ എല്ലാവർക്കും സ്നേഹവന്ദനം. ദൈവവിളി കേട്ട് അനുസരിക്കുന്നവർക്കാണ് അനുഗ്രഹം ഉണ്ടാകുന്നത്. ദൈവവിളി ഏത് സാഹചര്യത്തിലും ഉണ്ടാകാം. പത്രോസിനെയും യാക്കോബിനെയും യോഹന്നാനെയും കർത്താവ് വിളിച്ചത് മീൻ പിടിക്കുമ്പോഴാണ്. വിളി കേട്ട് അവർ സകലവും വിട്ട് യേശുവിനെ അനുഗമിച്ചു. കൃഷിയിടത്തിൽ വേലക്കാരോടുകൂടി കാളയെ പൂട്ടി ഉഴുവിച്ചു കൊണ്ടിരിക്കുമ്പോഴാണ് എലീശയെ വിളിച്ചത്. വിളി കേട്ട് എലീശ അപ്പനെയും അമ്മയെയും വിട്ട് ഏലിയാവിൻ്റെ ശുശ്രൂഷകനായി തീർന്നു. കാർഷിക വൃത്തിയിൽ നിന്ന് മാറി ഏലിയാവിൻ്റെ ദാസനായി തീരുവാൻ എലീശയ്ക്ക് യാതൊരു മടിയും ഇല്ലായിരുന്നു. ഒരു ശുശ്രൂഷകനായി തീർന്ന എലീശ എല്ലാവരാലും മാനിക്കപ്പെടുന്ന പ്രവാചകനായി. അതോടൊപ്പം എലീശയ്ക്ക് ചില ഗുഡ് സർട്ടിഫിക്കറ്റുകളും ലഭിച്ചു. അവ എന്തെന്ന് ഈ പ്രഭാതത്തിൽ നമുക്ക് ചിന്തിക്കാം. 1. എ മാൻ ഓഫ് ഗോഡ് സ്പിരിറ്റ്, ദൈവാത്മാവുള്ള ഒരു മനുഷ്യൻ. 2 രാജാക്കന്മാർ 2:15. വിളികേട്ട എലീശ പ്രവാചകനായിരുന്ന ഏലിയാവിനെ അവസാന നിമിഷം വരെയും പിന്തുടർന്നതിൻ്റെ ഫലമായി ഏലിയാവിൻ്റെ മേൽ പ്രവർത്തിച്ച ദൈവാത്മാവിൻ്റെ ഇരട്ടി പങ്ക് എലീശയ്ക്ക് ലഭിച്ചു. എലീശയെ കണ്ട പ്രവാചക ശിഷ്യന്മാർ പറയുന്നത് ഏലിയാവിൻ്റെ ആത്മാവ് എലീശയുടെ മേൽ അധിവസിക്കുന്നു. അതായത് എലീശയിൽ ദൈവാത്മാവ് ഉണ്ട്. 2 രാജാക്കന്മാർ 2:15. എലീശയ്ക്ക് ഈ സർട്ടിഫിക്കറ്റ് നൽകുന്നത് തന്നോടുകൂടി പ്രവർത്തിക്കുന്നവരാ. ദൈവാത്മാവ് എലീശയ്ക്ക് ലഭിക്കാനുള്ള കാരണം അവസാന നിമിഷം വരെ തൻ്റെ ശുശ്രൂഷയ്ക്കായി തിരഞ്ഞെടുത്ത ഏലിയാവിനോട് കൂടി നടന്നു എന്നതാണ്. അവസാന ശ്വാസം പോകുന്നത് വരെയും കർത്താവിന് വേണ്ടി നിൽക്കുന്നവർക്ക് മാത്രം ലഭിക്കുന്ന സർട്ടിഫിക്കറ്റാണ് ഇത്. ദൈവാത്മാവുള്ള മനുഷ്യൻ. എന്നിൽ ദൈവാത്മാവുണ്ട് എന്ന് എലീശ സ്വയം പറഞ്ഞു നടന്നില്ല. ഇന്ന് ക്രിസ്തീയ ഗോളത്തിൽ സ്വയം പുകഴ്ത്തുന്ന അനേകരുണ്ട്. എന്നാൽ പുകഴ്ച ലഭിക്കേണ്ടത് കൂടെ പ്രവർത്തിക്കുന്നവരിൽ നിന്നുമാണ്. നമ്മോടുകൂടി ദിനവും സഹകരിക്കുന്നവർ നമ്മെക്കുറിച്ച് പറയുന്ന സാക്ഷ്യം എന്തായിരിക്കും? ആയിരിക്കുന്ന സാഹചര്യത്തിലും പ്രവർത്തനത്തിലും മറ്റുള്ളവരിൽ നിന്നും വ്യത്യസ്തത പുലർത്തിക്കൊണ്ട് കർത്താവിന് വേണ്ടി നിൽക്കുന്നവർക്ക് മാത്രമേ ഈ സാക്ഷ്യം ലഭിക്കുള്ളൂ. പലപ്പോഴും കൂട്ടുകൂടുമ്പോൾ കൂട്ടുകാരിൽ ഒരുവനായി അവരോടൊപ്പം നിൽക്കുവാനല്ലേ നാം ശ്രദ്ധിച്ചിട്ടുള്ളത്? കർത്താവ് അതല്ല ആഗ്രഹിക്കുന്നത്. നാം മറ്റുള്ളവരിൽ നിന്ന് വ്യത്യസ്തരായിരിക്കണം. നാട് ഓടുന്നതോടുകൂടി ഓടേണ്ടുന്നവരല്ല ക്രിസ്തുവിൻ്റെ ശുശ്രൂഷക്കാർ. ജീവിതത്തിൽ വ്യത്യസ്തത പുലർത്തണമെങ്കിൽ ഓരോ നിമിഷവും കർത്താവിനോട് കൂടെ ആയിരിക്കണം. 365 സംവത്സരം ജീവിച്ച ഹാനോക്ക് 300 സംവത്സരവും ദൈവത്തോടു കൂടി നടന്നുവെന്ന ഉൽപ്പത്തി 5:22 പറയുന്നത്. ജീവിതത്തിൻ്റെ ഓരോ നിമിഷവും അവസാന നിമിഷം വരെയും നമുക്ക് ദൈവത്തോടു കൂടി നടക്കാം. 2. എ മാൻ ഓഫ് ഗോഡ്സ് വേർഡ്, യഹോവയുടെ അരുളപ്പാടുള്ളവൻ. 2 രാജാക്കന്മാർ 3:11-12 വാക്യങ്ങൾ. യഹൂദയിലെ രാജാവായ യഹോശഫാത്ത് എലീശയെക്കുറിച്ച് പറയുന്ന സാക്ഷ്യമാണിത്. ദൈവത്തിൻ്റെ അരുളപ്പാടുള്ള പ്രവാചകൻ. അവൻ്റെ പക്കൽ യഹോവയുടെ അരുളപ്പാടുണ്ട്. 2 രാജാക്കന്മാർ 3:12. പ്രവാചകൻ എന്ന നിലയിൽ ഏലിയാവ് പ്രസിദ്ധനായിരുന്നു. എലീശ ഏലിയാവിനോടുകൂടി നടന്ന വിശ്വസ്ത ദാസനുമായിരുന്നു. എലീശയുടെ വിശ്വസ്തത യഹൂദയിലെ രാജാവ് മനസ്സിലാക്കിയിരുന്നു. വിശ്വസ്തനായ ഒരുവനിൽ ദൈവത്തിൻ്റെ അരുളപ്പാടുണ്ടായിരിക്കും എന്ന് രാജാവ് ചിന്തിച്ചു.
തന്മൂലമാണ് രാജാവ് ഈ സർട്ടിഫിക്കറ്റ് എലീശയ്ക്ക് നൽകിയത്. ദൈവവിളിക്കാത്ത വിശ്വസ്തയോടുകൂടി പ്രവർത്തിക്കുമ്പോഴാണ് ഒരുവൻ പ്രസിദ്ധനാകുന്നത്. പ്രവർത്തന മേഖലകളിൽ എത്രമാത്രം വിശ്വസ്തത നാം കാട്ടുന്നുണ്ട്? വിശ്വസ്തതയ്ക്കനുസരിച്ച പ്രസിദ്ധി മാത്രമേ നമുക്ക് ലഭിക്കൂ. 3. എ ഹോളി മാൻ ഓഫ് ഗോഡ്, വിശുദ്ധനായ ദൈവപുരുഷൻ. 4-ാമത്തെ വാക്യം. അന്യദേശക്കാരിയും ധനികയുമായ ശൂനേമിലെ സ്ത്രീയുടെ സാക്ഷ്യമാണ് ഇത്. സ്ത്രീ പറയുന്നത്, നമ്മുടെ വഴിയായി കൂടെ കൂടെ കടന്നു പോകുന്ന ഇയാൾ വിശുദ്ധനായ ഒരു ദൈവപുരുഷൻ എന്ന് ഞാൻ കാണുന്നു. തൻ്റെ ഭവനത്തിൻ്റെ മുൻപിൽ കൂടി പലപ്പോഴും യാത്ര ചെയ്തുകൊണ്ടിരുന്ന എലീശയെ ഈ സ്ത്രീ ഭക്ഷണത്തിനായി നിർബന്ധിച്ച് തൻ്റെ ഭവനത്തിലേക്ക് എതിരേറ്റു. എലീശയുടെ ഇടപെടൽ, വാക്ക്, പ്രവൃത്തി, ദൈവത്തോടുള്ള ഭയം, ഇവയെല്ലാം അവൾ സസൂക്ഷ്മം വിലയിരുത്തി. ആകാത്തതൊന്നും അവൾ എലീശയിൽ കണ്ടില്ല. തുടർന്ന് തൻ്റെ ഭർത്താവിൻ്റെ മുൻപിൽ നൽകിയ സാക്ഷ്യമാണ് ഇവിടെ നാം കണ്ടത്. വിശുദ്ധനായ ദൈവപുരുഷൻ. നാം ഒരു ഭവനത്തിൽ അതിഥിയായി ക്ഷണിക്കപ്പെട്ടു എന്ന് കരുതുക. ആ ഭവനത്തിൽ ഉള്ളവർ എന്തായിരിക്കും നമ്മെക്കുറിച്ച് പറയുന്നത്? നമ്മുടെ 2 കണ്ണുകൾ കൊണ്ട് ഭവനത്തിലുള്ളവരെ കാണുമ്പോൾ ഭവനത്തിലുള്ള എല്ലാ കണ്ണുകളും നമ്മളുടെ നേർക്കായിരിക്കും. നമ്മുടെ ഓരോ ചലനവും അവർ വീക്ഷിക്കുന്നു എന്നത് മറക്കരുത്. ഒരു ഭവനത്തിൽ യാത്ര പറയുമ്പോൾ നമ്മെക്കുറിച്ച് ഭവനത്തിൽ ഉള്ളവർ എന്ത് സാക്ഷ്യമായിരിക്കും നൽകുന്നത്? വിശുദ്ധനായ ദൈവപുരുഷൻ എന്ന് പറയുമോ? കർത്താവേ, മറ്റുള്ളവരിൽ നിന്ന് നല്ല സാക്ഷ്യം ലഭിപ്പാൻ തക്കവണ്ണം എൻ്റെ ജീവിതത്തെ ക്രമീകരിക്കുവാൻ സഹായിക്കണമേ. ആമേൻ. ക്രിസ്തുവിന്റെ മനസ്സറിഞ്ഞ ലളിത ജീവിതം, ക്രിസ്തുവിന്റെ ഹൃദയമാർന്ന സാക്ഷ്യ ജീവിതം, ക്രിസ്തുവിന്റെ മനസ്സറിഞ്ഞ ലളിത ജീവിതം, ക്രിസ്തുവിന്റെ ഹൃദയമാർന്ന സാക്ഷ്യ ജീവിതം, ക്രിസ്തുവിന്റെ പ്രതിഫലനമായ ജീവിതം, ക്രിസ്തുവിനു മഹത്വമേകും സാക്ഷ്യ ജീവിതം, ക്രിസ്തുവിന്റെ പ്രതിഫലനമായ ജീവിതം, ക്രിസ്തുവിനു മഹത്വമേകും സാക്ഷ്യ ജീവിതം, സാക്ഷ്യ ജീവിതം, പരിശുദ്ധ ജീവിതം, സാക്ഷ്യ ജീവിതം, ശുദ്ധ സ്നേഹ ജീവിതം.